ഇന്നൊരു സ്കൂളുള്ള ദിവസം എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെന്നുള്ളത് കാണിക്കാനാണ് കേട്ടോ. ഞാൻ രാവിലെ അയൺ ചെയ്യാൻ നിൽക്കുകയാണ്. അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ എഴുന്നേറ്റിട്ടില്ല, എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നുള്ളൂ. മൂന്നാളും ഉറങ്ങാണ്. ഞാനപ്പോൾ ഈ രണ്ടാളെ എഴുന്നേൽപ്പിച്ച് രണ്ടാൾക്കുള്ള ചായ വെച്ച് ചായ കൊടുത്തു. ഇന്ന് ചായ കുടിച്ചു, വളരെ കുറച്ചേ കൊടുക്കുള്ളൂ കേട്ടോ, കപ്പ് കണ്ടിട്ട് കാര്യമില്ല. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനെടുത്തു. കുഞ്ഞിനെ കുളിപ്പിച്ചപ്പോഴത്തേക്കും നേരം വെളുത്തു, 7 മണി 7:30 ആവാറായി. കുഞ്ഞിനെ കുളിപ്പിച്ചു. അപ്പോഴത്തേക്കും അതേ CMോള് അവിടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞു. രണ്ടാളുടെയും കുളി കഴിഞ്ഞു. യൂണിഫോം ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണ് അവർ. ഇനി അവർക്ക് ആകെ ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് അവിടെ ഹെയർ ഒന്ന് കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. 2 ഭാഗത്തും കെട്ടിക്കൊടുക്കണം. സിയയ്ക്ക് ഇല്ല, ദിയമോൾക്ക് കെട്ടിക്കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്കൂളിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കും, ഇല്ലെങ്കിൽ രാവിലെ കഞ്ഞിയാണ്. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല, ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും പലഹാരം തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ഉണ്ടാക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഇന്ന് മൺഡേ ആണ്. അപ്പം ഞാൻ എന്തായാലും പറഞ്ഞു, മുതിര കറി വെച്ചു. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു തലേദിവസത്തെ, അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചോളൂ, രാവിലെ കഞ്ഞിയാണെന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോഴത്തേക്കും കുഞ്ഞെഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കുഞ്ഞെഴുന്നേറ്റു. അപ്പോൾ അവരുടെ വാട്ടർ ബോട്ടിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെ വെള്ളം ചൂടാറാനായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, തിളപ്പിച്ച വെള്ളം. അപ്പോൾ അത് ബോട്ടിലേക്ക് നിറയ്ക്കുക. അപ്പോൾ കുഞ്ഞ് ഉണർന്നു. അവനെ ഇനി കിടക്കണമെങ്കിൽ നമ്മൾ എടുക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ അവനെ എടുത്തിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത് കേട്ടോ. പക്ഷെ അവന് കുഴപ്പമില്ല, എന്നാലും നമുക്ക് രസമാണ് കുട്ടികളെ നോക്കണത്. അത് കഴിഞ്ഞ് ലഞ്ച് ബോക്സ്, ഒരാളുടെ ലഞ്ച് ബോക്സ് അടച്ചു വെച്ചു, കെട്ടി വെച്ചോളാൻ പറഞ്ഞു. പിന്നെ അടുത്ത ആൾക്കുള്ള സ്പൂൺ എന്തോ എടുത്തിട്ടില്ല, അപ്പം ഞാൻ സിയയുടെ എടുത്തോളൂ പറഞ്ഞിട്ട് കടന്നു പോവാണ്. അപ്പോൾ സിയയുടെ വാട്ടർ ബോട്ടിലിൽ വെള്ളമാക്കി, കുഞ്ഞ് ബോട്ടിൽ കേട്ടോ. ഞാൻ 3 ബോട്ടിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. 3 ആൾക്കും ഒരുപോലത്തെയാണ്. ജാനിന് കുറച്ച് വലുതാണ്, പിന്നെ അതിൻ്റെ അടുത്തത്തിലാണ് ദിയമോളുടെ, പിന്നെ ഏറ്റവും ചെറുതാണ് സിയ ബേബിക്ക്. അപ്പോൾ കഞ്ഞി ഭയങ്കര മടിയാണ്, ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന കാര്യം ഭയങ്കര മടിയാണ്. ദേക്ക് ഇങ്ങനെ കോരി കൊടുത്താൽ 2 സ്പൂൺ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ അത് പതുക്കെ അവിടെ വെച്ച് എഴുന്നേറ്റ് പോകും. അപ്പം അത് കാരണം കോരി കൊടുക്കാൻ നിൽക്കുകയാണ്. അവസാനം ഒരുവിധം കഴിച്ചു എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പ്ലേറ്റ് അവിടെ വെച്ച് കൊടുക്കും, ഇനി ഇരുന്ന് കഴിച്ചോളാൻ പറയും. പിന്നെ കഴിച്ചില്ലെങ്കിൽ തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ സ്കൂളിൽ ചെന്നാൽ വളരെ കുറച്ച് അവരെ കൊണ്ടുപോകുള്ളൂ. ലഞ്ച് ബോക്സിൽ അവർക്കൊരു പേരിന് മാത്രമാണ് ഞാൻ ഫുഡാക്കാൻ പാടുള്ളൂ. അവർക്ക് അധികം ആക്കി കഴിഞ്ഞാൽ ഇഷ്ടമില്ല, കാരണം സ്കൂളിൽ വെച്ച് അധികം കഴിക്കില്ല അതുകൊണ്ട്. അപ്പോൾ ഒരാൾ അവളുടെ ടവലൊക്കെ മടക്കി എടുത്തിരിക്കുകയാണ് സിയ. ദിയമോളാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കാലൊക്കെ വേദനിച്ചിട്ട് പോയി. അപ്പോൾ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് ഞാൻ ദിയമോളോട് കഴിച്ചോളാൻ പറയും. അപ്പോൾ കഴിച്ചു. പിന്നെ ഇനി പോവാന്നുള്ളതായി, പ്രയർ കഴിഞ്ഞു, ഇനി പോവാണ്. ഒരു വണ്ടി വന്ന് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ പോവാനായിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി തിരിച്ചു വരണം, നമ്മൾ വഴിയുടെ തൊട്ട് വഴിയിൽ ഇങ്ങനെ തിരിച്ചിട്ടാണ് വണ്ടി വരിക. അപ്പോൾ ബാഗൊക്കെ എടുത്തില്ലേ, എല്ലാം ശരിയല്ല, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പോകാൻ പറയണം. ഇനി അവർ 2 പേര് പോയാൽ പിന്നെ വീട്ടിൽ തിരക്കുകൾ കഴിഞ്ഞു. എൻ്റെ തിരക്കിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിയാണ്. അപ്പോൾ അവർ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. കുഞ്ഞിൻ്റെ എൻ്റെ കയ്യിൽ, ബാഗൊക്കെ അവർ തന്നെ എടുത്തു. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി. അവരൊന്ന് ഇറങ്ങിയിട്ട് ബൈ പറയണതാണല്ലോ എൻ്റെ ഒരു രസം. അങ്ങനെ അവരുടെ കുട്ടികളുടെ അടുത്ത് ഇറങ്ങി ചെന്ന്, അപ്പോൾ വണ്ടിയിലുള്ള കുട്ടികളൊക്കെ ബൈ പറഞ്ഞു. ബേബി നോക്കണമൊന്നുമില്ല, സെയിൻ അങ്ങനെ ശ്രദ്ധിക്കാറായിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഡോറൊക്കെ അടയുമ്പോഴുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടിത്തിരിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെ അടുത്തും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു കയറുകയാണ്. ഇതോടുകൂടി ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങാമെന്ന് പറഞ്ഞ പരിപാടി അവിടെ തീരുകയാണ്. പിന്നെ ഇനി പുറത്തിറങ്ങുന്നത് ഞാൻ ചേച്ചിമാർ വരണം, ആ സമയത്താണ് ഞാൻ ഇറങ്ങുള്ളൂ. അതുവരെയും അകത്ത് തന്നെയാണ്. ഗേറ്റൊക്കെ അടച്ച്. പാലെടുത്തിട്ടുണ്ടായിരുന്നില്ല, രാവിലത്തെ പാല്. ഇപ്പോൾ കഫക്കെട്ട് കാരണം പാല് വളരെ കുറച്ചാണ് വാങ്ങിക്കണത്. 3 ആൾക്കും കഫക്കെട്ടാണ്. അപ്പോൾ ബാലൻസ് ഉള്ള കഞ്ഞി ഞാൻ കഴിക്കുകയാണ്, കാരണം എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയാണല്ലോ. അപ്പോൾ അത് കുഞ്ഞിനെടുത്ത് അത് കഴിച്ച് അവസാനിപ്പിച്ചു. ഈ വെള്ളത്തിൻ്റെ പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു ഡൈനിങ് ടേബിളിൽ നിന്ന്. ഇനി അപ്പോൾ ഒന്നും വേണ്ട എന്നുള്ളൊരിതിൽ അതൊക്കെ നീറ്റാക്കി. അപ്പോൾ കുഞ്ഞിൻ്റെ മാറ്റ് കിടക്കണ്ടായിരുന്നു, ആ മാറ്റ് എടുത്ത് വെച്ചു. പിന്നെ കുഞ്ഞിനെ ഉറക്കാൻ കിടക്കുകയാണ്. പിന്നെ അവൻ ഉറങ്ങാന്നുള്ള ഇതിലേക്ക് അവൻ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ ഉറക്കാൻ കിടത്തി. പിന്നെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ചക്ക പറിക്കാതിരിക്കുകയാണ്. ആ ചക്ക പറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ 4 മണിക്ക് പിന്നെ അവർക്ക് വേറെ ഒന്നും നോക്കണ്ട, ആ ചക്ക കഴിച്ചോളൂ അവർ. അപ്പോൾ നേരിയ മധുരമുണ്ട്, നേരിയ പുളിയുണ്ട്, അങ്ങനത്തെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് കുറച്ച് ദിവസമായി, ഞാനത് ഇതുവരെ ഓണാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബേബീനെ കൊണ്ട് ആദ്യമായിട്ടാണ് കയറുന്നത്. ബേബി വയറ്റിലുള്ള സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ കയറ്റി ഒന്ന് ഓണടിച്ച് നോക്കി, ഒന്ന് സ്റ്റാർട്ടാക്കി. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മുടെ ഇതിൻ്റെ പുതിയ, ഞാൻ പറഞ്ഞല്ലോ, ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഇൻസ്റ്റയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ചെയ്ത് നോക്കി. 4 മണിയായി. അപ്പോഴത്തേക്ക് 4 മണിയായി. കുഞ്ഞുങ്ങൾ വന്നു. അപ്പോൾ അവർ വന്ന് അവളെ പിടിക്കുമ്പോഴത്തേക്കും ഒരു വണ്ടിക്കാരൻ അവിടെ വെയിറ്റ് ചെയ്യണം കൂടി ഇല്ല. കുട്ടികൾ ഇങ്ങോട്ട് കടക്കണ സമയം കൂടി തരണില്ല, അവർ ട്രാവലാണ്. അയാൾ വണ്ടി എടുത്ത് സ്പീഡിൽ ഇങ്ങോട്ട് കടന്നു വന്നു. അയാളെ കടന്നു പോയി. പിന്നെ CMോളെ പുറത്തുനിന്ന് ഇറക്കി. അങ്ങനെ പിന്നെ അപ്പോൾ അതിൻ്റെ വണ്ടിയുടെ ഉള്ളിലിരിക്കുന്നവർ സംസാരിക്കുന്നതാണ്. അവർ എന്തൊക്കെയോ വിശേഷം പറയണതാണ്. അങ്ങനെ എന്താ ചെയ്യണേ, അങ്ങനത്തെ ഒക്കെ വിശേഷങ്ങൾ ഓരോന്ന് ചോദിച്ച് 2 കയറി.
വണ്ടിക്കാർക്ക് ടാറ്റ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അകത്തേക്ക് ബൈ ബൈ പറഞ്ഞു. കുഞ്ഞിനെ ഒരു ടാറ്റ കൊടുക്കുകയാണ് അവരതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. അങ്ങനെ കയറിപ്പോരാണ്. അപ്പോഴത്തേക്കും വേഗത്തൊരു പരുവായി. ഇത് ഞങ്ങൾ ആ സമയത്ത് കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ചെയ്തതാണ്. ബട്ടർ ഉണ്ടാക്കിയത്, ബട്ടറല്ല സോറി, നെയ്യ് ഉണ്ടാക്കാനായിരുന്നു. പക്ഷെ പാലിൻ്റെ പാടയിൽ നിന്ന് ബട്ടർ ഉണ്ടാക്കിയതാട്ടോ. പക്ഷെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കിക്കോളൂ. ഞാൻ ഇനി ബട്ടർ വാങ്ങിക്കണില്ല എന്ന് വിചാരിച്ചു. കാരണം നല്ല രസമുണ്ട്. നമ്മൾക്ക് 5 മിനിറ്റ് കൊണ്ട്, എനിക്ക് തോന്നുന്ന ഒരു അരമണിക്കൂർ ഞാനിതിന് സമയമെടുത്തത്. അരമണിക്കൂറിൽ എനിക്ക് ബട്ടർ ഉണ്ടാക്കാനായിട്ട് പറ്റി. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബട്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. ഇത് കണ്ട് എത്രത്തോളം ബട്ടർ കിട്ടി. കറക്റ്റ് ഒരു 50 ഗ്രാം ഉണ്ടാവും. അത് 50-60 ഗ്രാം ഉണ്ടാവണം. നമ്മൾ വാങ്ങുന്ന ബട്ടറിൻ്റെ അത്ര തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ കുറച്ച് പ്രാവശ്യം കഴുകി എടുക്കണം. അപ്പോൾ അതിങ്ങനെ ഒരു വഴുവഴുന്നതിന് ഇരിക്കും, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ കറക്റ്റ് നമ്മൾ അതുപോലെ തന്നെ ഈ ഫ്രീസറിലേക്കോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതുപോലെ തന്നെ ഉറച്ച് കിട്ടും. എന്നിട്ട് ഞാൻ നെയ്യാക്കി എടുത്തു. കാരണം ഞാൻ വിചാരിച്ചു ഒരാഴ്ചയിൽ ഉപയോഗിക്കണ നെയ്യ് ഇങ്ങനെ എടുത്തിട്ടുള്ള നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ വാങ്ങണ്ടല്ലോ. നമ്മൾ 1 ലിറ്റർ നെയ്യ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, എനിക്ക് പറ്റണത് പോലെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ബട്ടർ. അപ്പോൾ സിയമോളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബട്ടർ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ പഠിക്കൽ, അവരുടെ ചക്ക കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിങ്ങനെ ഈ കഴുകണ വെള്ളമാണ് ഒഴിച്ച് വെക്കണത് കേട്ടോ. ആ കളർ വരുന്നത്. മോരുണ്ടെങ്കിൽ അതിൽ ഒഴിക്കാമെന്ന് പറയണേ. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് വെറുതെ കളയുകയാണ് ചെയ്തത്. എടുക്കാൻ പറ്റിയില്ല. അപ്പം നെയ്യ് ഇത് കണ്ട ഉരുക്കി എടുക്കുകയാണ്. നല്ല കറക്റ്റ്, നല്ല സ്മെല്ലും ഒരു പ്രത്യേകതയുള്ള നെയ്യാണ് കിട്ടിയത് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അപ്പം പൊട്ടലൊന്നും ഉണ്ടായില്ല. എനിക്ക് പൊട്ടലൊക്കെ ഉണ്ടാവുമെന്നൊക്കെ എൻ്റെ അടുത്തൊരു യൂട്യൂബിൽ പറഞ്ഞു. പക്ഷെ അങ്ങനെയില്ല. നാളെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇതാണ്. ഇട്ടു. പിന്നെ നാളികേരത്ത് കൂടി, പിന്നെ സാമ്പാർ വേവിക്കാനായിട്ട് വെച്ചു, പരിപ്പ് വേവിക്കാൻ വെച്ചു. പിന്നെ നെയ്യ് ഒന്ന് ഉറ്റിയെടുത്തു. അപ്പോൾ പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ രാത്രിയിലത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോവാണ്. കിടക്കുന്നതിനേക്കാളും മുൻപ് ജസ്റ്റ് ഏതെങ്കിലും ഒരു സെറം എടുത്ത് മുഖത്തിടും, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ തേക്കും. അല്ലാണ്ട് കിടക്കാറില്ല. കാരണം AC-യുടെ ആ ഒരു ഇതിൽ കിടക്കുമ്പം ആകെ ബോഡിയും ഫേസൊക്കെ രാവിലെ എനിക്ക് വളരെ ഡ്രൈ ആയിട്ട് തോന്നും. അപ്പം അതുകൊണ്ട് മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യും. ഞാൻ ന്യൂട്രിജനയുടെയാണ് യൂസ് ചെയ്യണേ. അത് എനിക്കിഷ്ടമുള്ളത് ആ ഒരു ബ്രാൻഡാണ്, നല്ലതാണ്. അത് ചെയ്തു. പിന്നെ കാലിൽ അതുപോലെ തന്നെ എന്തെങ്കിലും തേച്ച് സോക്സ് ഇട്ട് കിടക്കും. അങ്ങനെ ഇന്നത്തെ രാത്രിയോടെ അവസാനിച്ചു. കുഞ്ഞുറങ്ങി. പിന്നെ ഇത് എഡിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നാളെ കാണാം.